ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ 41ാമത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇന്നത്തെ. ഇതുവരെയും നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വൈസ്രോയിസ് ആൻഡ് ഗവർണർ ജനറൽ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതിൻ്റെ അകത്തെ ഫസ്റ്റ് പാർട്ട് നമ്മൾ വൈസ്രോയിസിൽ ഒത്തിരി പേരെ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ആ ക്ലാസ്സിന്റെ ബാലൻസും അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു കൺക്ലൂഷനുമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ അതൊന്ന് പോയി കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അതേപോലെ തന്നെ ഈ ക്ലാസ്സിന്റെ എല്ലാം PDF നോട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ ടെലഗ്രാം ചാനലിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ അതിന്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വൈസ്രോയിമാരെ കുറിച്ചാണ് പഠിച്ചത്. ഇന്നും നമ്മൾ എന്താണ് ആദ്യം പഠിക്കാൻ പോകുന്ന ഒരു വൈസ്രോയി എന്ന് പറയുന്നത് ചെംസ്ഫോർഡ് പ്രഭുവിനെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1916 മുതൽ 1921 വരെയാണ് ചെംസ്ഫോർഡ് പ്രഭുവിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. 1916 തിലകും ആനി ബസന്റും ചേർന്ന് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ ആ സമയത്ത് ആരായിരുന്നു വൈസ്രോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെംസ്ഫോർഡ് പ്രഭു ആയിരുന്നു ആ സമയത്ത് വൈസ്രോയി എന്ന് പറയുന്നത്. ഓർത്തു വച്ചോ, ആനി ബസന്റും തിലകും ചേർന്ന് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ വൈസ്രോയി ചെംസ്ഫോർഡ് പ്രഭു ആണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കാലഘട്ടം അവരുടെ അങ്ങ് ഓർത്തു വെച്ചാൽ മതി. 16 to 21. അപ്പോൾ 16ലാണ് ഹോം റൂൾ പ്രസ്ഥാനം എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ 1916 ലക്നൗ സന്ധി ഒപ്പുവയ്ക്കുന്ന സമയത്ത് ആരായിരുന്നു വൈസ്രോയി എന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്, ചെംസ്ഫോർഡ് പ്രഭു തന്നെയാണ് ആ സമയത്തെ വൈസ്രോയി എന്ന് പറയുന്നത്. 1916 ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാല പൂനെയിൽ സ്ഥാപിച്ചപ്പോഴത്തെ വൈസ്രോയും ആര് തന്നെയാണ്, ചെംസ്ഫോർഡ് പ്രഭുവാണ്. ഓർത്തു വച്ചോ, 1916 ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല എവിടെയാണ്, പൂനെയിൽ സ്ഥാപിച്ചപ്പോൾ വൈസ്രോയി ചെംസ്ഫോർഡ്. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയ സമയത്തെ വൈസ്രോയി. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എന്താണ് ആ പോയിന്റ് ആണിത്. അതായത് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഇത് അറിയപ്പെടുന്ന മറ്റൊരു പേരായിരുന്നു മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം. അപ്പോൾ 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അതർവൈസ് നോൺ എസ് എന്ത് ഈ പറയുന്ന മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്ന പേരിലാണ് ഇത് അറിയപ്പെട്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെംസ്ഫോർഡ് പ്രഭുവിനെ കുറിച്ച് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓർത്തു വെച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് നമുക്ക് റീഡിംഗ് പ്രഭുവിനെ കുറിച്ച് പഠിക്കാം. കാലഘട്ടം എന്ന് പറയുന്നത് 1921 മുതൽ 1926 വരെയാണ് റീഡിംഗ് പ്രഭുവിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഖിലാഫത്ത് പ്രസ്ഥാനവും നിസ്സഹരണ പ്രസ്ഥാനവും അതിന്റെ തീവ്രതയിലെത്തുകയും അവസാനിക്കുകയും ചെയ്ത സമയത്തെ വൈസ്രോയി ആരാന്ന് ചോദിച്ചാൽ അത് റീഡിംഗ് പ്രഭുവാണ്. ഓക്കെ, അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനവും നിസ്സഹരണ പ്രസ്ഥാനവും അതിന്റെ തീവ്രതയിലെത്തുകയും അവസാനിക്കുകയും ചെയ്ത സമയത്തെ വൈസ്രോയി. ഇന്ത്യയിൽ വൈസ്രോയിയായി നിയമിതനായ ഏക ജൂതമത വിശ്വാസി. ഈ ഒരു ചോദ്യം ചോദിച്ചേക്കണേ കേട്ടോ. ഇന്ത്യയിൽ എന്താണ് ഇന്ത്യയിൽ വൈസ്രോയിയായി നിയമിതനായ ഏക ജൂതമത വിശ്വാസി താഴെ പറയുന്നവയിൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്, അത് റീഡിംഗ് പ്രഭു ആണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിലവിൽ എന്ത് ചെയ്തേക്കുന്നതാണ്, ചോദിച്ചേക്കുന്നതാണ്. റൗലറ്റ് ആക്ട് പിൻവലിച്ച വൈസ്രോയി. റെയിൽവേ ബജറ്റ് പൊതു ബജറ്റിൽ നിന്നും വേർതിരിച്ച വൈസ്രോയി ആരാന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്, റീഡിംഗ് പ്രഭു ആണ്. റെയിൽവേ ബജറ്റ് പൊതു ബജറ്റിൽ നിന്നും വേർതിരിച്ച വൈസ്രോയി. ചൗരി ചൗര സംഭവം നടക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൗരി ചൗര സംഭവം നടക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയും ആര് തന്നെയാണ്, നമ്മുടെ റീഡിംഗ് പ്രഭു തന്നെയാണ്. വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശനം നടത്തിയപ്പോൾ വൈസ്രോയി ആരാന്ന് ചോദിച്ചാൽ അതും റീഡിംഗ് പ്രഭു തന്നെയാണ്. അപ്പോൾ വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശനം നടത്തിയപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആണ് റീഡിംഗ് പ്രഭു. 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ റീഡിംഗ് പ്രഭു നിയമിച്ച കമ്മീഷന്റെ പേരായിരുന്നു മുഡിമാൻ കമ്മിറ്റി. ഓക്കെ, അപ്പോൾ അത് ഓർത്തു വെച്ചോട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ റീഡിംഗ് പ്രഭു നിയമിച്ച കമ്മീഷൻ ആയിരുന്നു മുഡിമാൻ കമ്മിറ്റി എന്ന് പറയുന്നത്. റിസർവ് ബാങ്കിന്റെ പിറവിക്ക് കാരണമായ
ഹിൽട്ടൺ യങ് കമ്മീഷനെ നിയമിച്ച വൈസ്രോയി. ഓക്കെ, അപ്പോൾ റിസർവ് ബാങ്കിന്റെ പിറവിക്കു കാരണമായ ഹിൽട്ടൺ യങ് കമ്മീഷനെ നിയമിച്ച വൈസ്രോയി ആരാന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്? റീഡിംഗ് പ്രഭു ആണ് റിസർവ് ബാങ്കിന്റെ പിറവിക്ക് കാരണമായ ഹിൽട്ടൺ യങ് കമ്മീഷനെ നിയമിച്ചത്. ദേവദാസി സമ്പ്രദായം 1925 നിയമം മൂലം നിരോധിച്ച വൈസ്രോയും ആര് തന്നെയാണ്? നമ്മുടെ റീഡിംഗ് പ്രഭു ആണ്. 1925 കാക്കോരി ട്രെയിൻ കൊള്ള നടക്കുമ്പോൾ വൈസ്രോയി. സൈന്യത്തിൽ കൂടുതൽ ഇന്ത്യക്കാർ പ്രവേശിക്കുന്നതിനെ കുറിച്ച് പഠിച്ച കമ്മീഷൻ ആയിരുന്നു സ്കീൻ കമ്മീഷൻ. സ്കീൻ കമ്മീഷൻ ഇമ്പോർട്ടന്റ് ആണ്. സ്വരാജ് പാർട്ടി രൂപീകൃതമായപ്പോഴത്തെ വൈസ്രോയി ആരാന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്? റീഡിംഗ് പ്രഭു ആണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് റീഡിംഗ് പ്രഭുവിനെ കുറിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളൂ. മക്കളെ, ഈ ഒരു ചോദ്യം വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിൽ വൈസ്രോയി ആയി നിയമിതനായ ഏക ജൂതമത വിശ്വാസി. അതേപോലെ തന്നെ റെയിൽവേ ബജറ്റ് പൊതു ബജറ്റിൽ നിന്നും വേർതിരിച്ച വൈസ്രോയി. ചൗരി ചൗര സംഭവം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി. ദേവദാസി സമ്പ്രദായം 1925 നിയമം മൂലം നിരോധിച്ച വൈസ്രോയി. അതേപോലെ തന്നെ സ്വരാജ് പാർട്ടി രൂപീകൃതമായപ്പോഴത്തെ വൈസ്രോയി ആരാന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്? റീഡിംഗ് പ്രഭു ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളെങ്കിലും റീഡിംഗ് പ്രഭുവുമായി ബന്ധപ്പെട്ട് ഓർത്തു വയ്ക്കുക. നമുക്ക് അടുത്ത് നോക്കാം. ഇർവിൻ പ്രഭു. അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1926 മുതൽ 1931 വരെയാണ് ഇർവിൻ പ്രഭുവിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയപ്പോഴത്തെ ഇന്ത്യയിലെ വൈസ്രോയി ആണ് ഇർവിൻ പ്രഭു. ഓക്കെ, അപ്പോൾ 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയപ്പോൾ ആരായിരുന്നു വൈസ്രോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇർവിൻ പ്രഭു ആണ്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ ഗുജറാത്തിൽ ബർദോളി സത്യാഗ്രഹം നടക്കുമ്പോൾ വൈസ്രോയി. ഓക്കെ, അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ ഗുജറാത്തിൽ ബർദോളി സത്യാഗ്രഹം നടക്കുമ്പോൾ വൈസ്രോയി. ദീപാവലി പ്രഖ്യാപനം നടത്തിയ വൈസ്രോയി. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെച്ചോ. ദീപാവലി പ്രഖ്യാപനം നടത്തിയ വൈസ്രോയി. 1930 സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുമ്പോഴുള്ള വൈസ്രോയി. ഗാന്ധി ഇർവിൻ പാക്ട് ഒപ്പുവെച്ച വർഷമാണ് 1931. ഗാന്ധി ഇർവിൻ പാക്ട് ഒപ്പുവെച്ച വർഷം 1931. ഒന്നാം വട്ടമേശ സമ്മേളനം ലണ്ടനിൽ നടക്കുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയി. കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കുമ്പോൾ ഇന്ത്യൻ വൈസ്രോയി ആയിരുന്നു. അതേപോലെ തന്നെ ഭഗത് സിംഗ്, സുഖദേവ് സിംഗ്, രാജ്ഗുരു എന്നിവരെ തൂക്കിലേറ്റിയ സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി. അപ്പോൾ ഭഗത് സിംഗ്, സുഖദേവ്, രാജ്ഗുരു എന്നിവരെ തൂക്കിലേറ്റിയ സമയത്തെ ഇന്ത്യയിലെ വൈസ്രോയി ആരാന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്? ഇർവിൻ പ്രഭു ആണ്. ഓക്കെ, അടുത്തത് വൈസ്രോയി ഹൗസിലെ ആദ്യ താമസക്കാരൻ ആരാന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്? അതും നമ്മുടെ ഇർവിൻ പ്രഭു ആണ്. വൈസ്രോയി ഹൗസിലെ ആദ്യത്തെ താമസക്കാരൻ. ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയിൽ നിന്നും ന്യൂഡൽഹിയിലേക്ക് മാറ്റുമ്പോൾ വൈസ്രോയി ആരാന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്? ഇർവിൻ പ്രഭു ആണ്. ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയത് 1931 ഫെബ്രുവരി 10. ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 31 ഫെബ്രുവരി 13. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. ആരുമായി ബന്ധപ്പെട്ട്? ഇർവിൻ പ്രഭുവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ദീപാവലി പ്രഖ്യാപനം, സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തിൽ ബർദോളി സത്യാഗ്രഹം നടക്കുമ്പോൾ, സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയപ്പോൾ, ഒന്നാം വട്ടമേശ സമ്മേളനം ലണ്ടനിൽ നടക്കുമ്പോൾ, ഇത്രയും കാര്യങ്ങളെങ്കിലും എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് ഓർത്തു വയ്ക്കുക. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. വെല്ലിംഗ്ടൺ പ്രഭു. 1932 റാംസെ മക്ഡൊണാൾഡ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ വൈസ്രോയി ആയിരുന്നു വെല്ലിംഗ്ടൺ പ്രഭു. കാലഘട്ടം നമുക്കറിയാം, 31 to 36 വെല്ലിംഗ്ടൺ പ്രഭുവിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. 1932 ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ പൂനെ കരാർ ഒപ്പുവെച്ച സമയത്തെ വൈസ്രോയി. ഓക്കെ, അപ്പൊ 1932 ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ പൂനെ കരാർ ഒപ്പുവെച്ച സമയത്തെ വൈസ്രോയി. 2ഉം 3ഉം വട്ടമേശ സമ്മേളനങ്ങൾ ലണ്ടനിൽ നടക്കുമ്പോൾ ഇന്ത്യൻ വൈസ്രോയി ആയിരുന്നു വെല്ലിംഗ്ടൺ പ്രഭു. അപ്പോൾ 2ഉം 3ഉം വട്ടമേശ സമ്മേളനങ്ങൾ ലണ്ടനിൽ നടക്കുമ്പോൾ ഇന്ത്യൻ വൈസ്രോയി ആയിരുന്നു വെല്ലിംഗ്ടൺ പ്രഭു. ഇന്ത്യൻ വ്യോമസേന നിലവിൽ വരുമ്പോൾ വൈസ്രോയി ആരാന്ന് ചോദിച്ചാൽ അതും വെല്ലിംഗ്ടൺ പ്രഭു ആണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്ന സമയത്തെ വൈസ്രോയി. 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുമ്പോൾ വൈസ്രോയി ആരാന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്? വെല്ലിംഗ്ടൺ പ്രഭു തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ്
വെല്ലിംഗ്ടൺ പ്രഭുവിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. 32 എന്താണ് റംസെ മക്ഡൊണാൾഡ് കമ്മ്യൂണൽ അവാർഡ്. അതേപോലെ തന്നെ ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ പൂനെ കരാർ ഒപ്പുവെച്ചു. 2ഉം 3ഉം വട്ടമേശ സമ്മേളനങ്ങൾ ലണ്ടനിൽ നടക്കുമ്പോൾ ഇന്ത്യൻ വൈസ്രോയി. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ച സമയത്തെ വൈസ്രോയി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുമ്പോൾ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്? വെല്ലിംഗ്ടൺ പ്രഭുവാണ്. ഓക്കെ, അടുത്തതാണ് ലിങ് ലിത്ഗോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം വൈസ്രോയി ആയി സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് ലിങ് ലിത്ഗോ പ്രഭു. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം വൈസ്രോയി ആയി സേവനം അനുഷ്ഠിച്ചു. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം. അപ്പോൾ ഓർത്തു വച്ചോ, ലിങ് ലിത്ഗോ പ്രഭു ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം വൈസ്രോയി ആയി സേവനം അനുഷ്ഠിച്ചത്. 1940 മുസ്ലിം ലീഗ് പാകിസ്ഥാൻ രൂപീകരണത്തിനായി ലാഹോർ പ്രമേയം പാസാക്കിയ സമയത്തെ വൈസ്രോയി. ഗാന്ധിജി വ്യക്തി സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചപ്പോൾ വൈസ്രോയി ആരാന്ന് ചോദിച്ചാൽ അതും ലിങ് ലിത്ഗോ പ്രഭുവാണ്. 1940 ഓഗസ്റ്റ് ഓഫർ മുന്നോട്ട് വച്ച വൈസ്രോയി ആരാന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്? അതും നമ്മുടെ ഈ പറയുന്ന വെല്ലിംഗ്ടൺ പ്രഭുവാണ്. 1940 ഓഗസ്റ്റ് ഓഫർ മുന്നോട്ട് വച്ച സമയത്ത് ലിങ് ലിത്ഗോ പ്രഭുവാണ്. ഓക്കെ, സോറി. ഇനി 2ാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യ ബ്രിട്ടനോടൊപ്പം നിന്ന് ജർമ്മനിക്കെതിരെ യുദ്ധം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച വൈസ്രോയി അതും ആര് തന്നെയാണ്? ലിങ് ലിത്ഗോ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്ന സമയത്തെ വൈസ്രോയി. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യൻ വൈസ്രോയി. ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ലിങ് ലിത്ഗോനെ കുറിച്ച് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യൻ വൈസ്രോയി ആരാന്ന് ചോദിച്ചാൽ, ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യൻ വൈസ്രോയി ആരാന്ന് ചോദിച്ചാൽ അതാണ് ആരെന്ന് പറയുന്നത്? ലിങ് ലിത്ഗോ പ്രഭു. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരാന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്? ലിങ് ലിത്ഗോ പ്രഭുവാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പോയിന്റ് ആണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം വൈസ്രോയി ആയി സേവനമനുഷ്ഠിച്ചു. അതേപോലെ തന്നെ എന്താണ്? ഗാന്ധിജി വ്യക്തി സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചപ്പോൾ വൈസ്രോയി. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യൻ വൈസ്രോയി. ഈ 3 പോയിന്റ്സ് എങ്കിലും ഒരിക്കലും മറക്കരുത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതാണ് വേവൽ പ്രഭു. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1943 മുതൽ 1947 വരെയാണ് വേവൽ പ്രഭുവിന്റെ കാലഘട്ടം. 2ാം ലോകമഹായുദ്ധം അവസാനിച്ച സമയത്തെ ഇന്ത്യൻ വൈസ്രോയി അതായിരുന്നു ആരെന്ന് പറയുന്നത്? വേവൽ പ്രഭു. അപ്പോൾ 2ാം ലോകമഹായുദ്ധം അവസാനിച്ച സമയത്തെ ഇന്ത്യൻ വൈസ്രോയി ആണ് വേവൽ പ്രഭു. 1ാം ലോകമഹായുദ്ധത്തിൽ ഒരു കണ്ണ് നഷ്ടപ്പെട്ടതിനു ശേഷം ഇന്ത്യൻ വൈസ്രോയി ആയ വ്യക്തിയാണ് വേവൽ പ്രഭു. ഓക്കെ, അപ്പോൾ 1ാം ലോകമഹായുദ്ധത്തിൽ ഒരു കണ്ണ് നഷ്ടപ്പെട്ടതിനു ശേഷം ഇന്ത്യൻ വൈസ്രോയി ആയ വ്യക്തിയാണ് വേവൽ പ്രഭു. 1945 സിംല കോൺഫറൻസ് വിളിച്ചുകൂട്ടിയ വൈസ്രോയി. ഓക്കെ, അപ്പോൾ 1945 സിംല കോൺഫറൻസ് വിളിച്ചുകൂട്ടിയ വൈസ്രോയി താഴെ പറയുന്നവയിൽ ആരാന്ന് ചോദിച്ചാൽ അത് വേവൽ പ്രഭു ആണ്. അതേപോലെ തന്നെ 1946 ഇന്ത്യയിൽ ഇടക്കാല ഗവൺമെന്റ് നിലവിൽ വന്നപ്പോഴത്തെ വൈസ്രോയി. അപ്പോൾ ഇടക്കാല ഗവൺമെന്റ് നിലവിൽ വന്നപ്പോൾ അതും ആര് തന്നെയായിരുന്നു? വേവൽ പ്രഭു ആണ്. നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഇടക്കാല ഗവൺമെന്റ് നിലവിൽ വന്നത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1946 സെപ്റ്റംബർ 2-നാണ് നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഇടക്കാല ഗവൺമെന്റ് നിലവിൽ വന്നത്. 1946 നാവിക കലാപ സമയത്ത് വൈസ്രോയി വേവൽ പ്രഭു ആണ്. ഓക്കെ, അപ്പോൾ 1946 നാവിക കലാപ സമയത്തെ വൈസ്രോയി ആണ് വേവൽ പ്രഭു. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ വൈസ്രോയി വേവൽ പ്രഭു ആയിരുന്നു. ഓക്കെ, അപ്പോൾ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ വൈസ്രോയി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേവൽ പ്രഭു. ഭരണഘടനാ നിർമ്മാണ സമിതി പ്രവർത്തനം ആരംഭിച്ചപ്പോൾ വൈസ്രോയി വേവൽ പ്രഭു. ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുമ്പോൾ ആരായിരുന്നു ഇന്ത്യയുടെ വൈസ്രോയി എന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്? വേവൽ പ്രഭു ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് 2ാം ലോക മഹായുദ്ധം അവസാനിച്ച സമയത്തെ ഇന്ത്യയുടെ വൈസ്രോയി. അതേപോലെ തന്നെ 46 ഇടക്കാല ഗവൺമെന്റ് നിലവിൽ വന്നപ്പോഴത്തെ വൈസ്രോയി. അതേപോലെ തന്നെ 1946 നാവിക കലാപ സമയത്ത് ആരായിരുന്നു വൈസ്രോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആര് തന്നെയാണ്? നമ്മുടെ വേവൽ പ്രഭു ആണ്. ക്ലെമന്റ് ആറ്റ്ലിയുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയും വേവൽ പ്രഭു ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ
വേവൽ പ്രഭുവുമായി ബന്ധപ്പെട്ട് ഓർത്തു വച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്തതാണ് മൗണ്ട് ബാറ്റൻ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയിയാണ് മൗണ്ട് ബാറ്റൻ പ്രഭു. ഓക്കെ, ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയിയാണ് മൗണ്ട് ബാറ്റൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലും ആര് തന്നെയാണ്? മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ, കാരണം അദ്ദേഹത്തിന്റെ കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, 1947 ടു 1948 മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയിയാണ് മൗണ്ട് ബാറ്റൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലാണ് മൗണ്ട് ബാറ്റൻ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയെ വിഭജിക്കുക, സ്വാതന്ത്ര്യം ഇന്ത്യയോടൊപ്പം ഒരു പുതിയ രാജ്യമായി പാകിസ്ഥാൻ രൂപീകരിക്കുക എന്ന് പ്രഖ്യാപിച്ചത് മൗണ്ട് ബാറ്റൻ ആണ്. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയെ വിഭജിക്കുക, സ്വതന്ത്ര ഇന്ത്യയോടൊപ്പം ഒരു പുതിയ രാജ്യമായി പാകിസ്ഥാൻ രൂപീകരിക്കുക എന്നൊക്കെ പ്രഖ്യാപിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. ഇന്ത്യയെ വിഭജിക്കാൻ തീരുമാനിച്ച പദ്ധതിയായിരുന്നു മൗണ്ട് ബാറ്റൻ പദ്ധതി. ഓക്കെ, അപ്പോൾ ഇന്ത്യയെ വിഭജിക്കാൻ തീരുമാനിച്ച പദ്ധതി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൗണ്ട് ബാറ്റൻ പദ്ധതിയാണ്. ഇന്ത്യയെ വിഭജിക്കാൻ തീരുമാനിച്ച പദ്ധതിയാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി. മൗണ്ട് ബാറ്റൻ പദ്ധതി അറിയപ്പെടുന്ന മറ്റു പേരുകളാണ്, വെരി വെരി ഇമ്പോർട്ടന്റ് മക്കളെ, ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. ഒന്ന്, ബാൽക്കൺ പദ്ധതി എന്ന പേരിൽ അറിയപ്പെട്ടത് മൗണ്ട് ബാറ്റൻ പദ്ധതിയാണ്. ജൂൺ 3 പദ്ധതി എന്നറിയപ്പെട്ടതും മൗണ്ട് ബാറ്റൻ പദ്ധതിയാണ്. ഡിക്കി ബേർഡ് പദ്ധതി എന്ന പേരിൽ അറിയപ്പെട്ടതും ഏത് തന്നെയാണ്? മൗണ്ട് ബാറ്റൻ പദ്ധതിയാണ്. അപ്പോൾ 3 പേരിലാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി അറിയപ്പെട്ടത്. ഒന്ന് ബാൽക്കൺ പദ്ധതി, ഒന്ന് ജൂൺ 3 പദ്ധതി, ഒന്ന് ഡിക്കി ബേർഡ് പദ്ധതി. അങ്ങനെ 3 പേരുകളിലാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി അറിയപ്പെട്ടത്. മൗണ്ട് ബാറ്റൻ പദ്ധതി നിയമവിധേയമാക്കപ്പെട്ട ആക്ടാണ് 1947 ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ട്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കിയ സമയത്ത് വൈസ്രോയി ആയിരുന്നു മൗണ്ട് ബാറ്റൻ. അപ്പോൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കിയ സമയത്തെ വൈസ്രോയി ആണ് മൗണ്ട് ബാറ്റൻ. 1979 അയർലൻഡിൽ വെച്ച് ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഗവർണർ ജനറൽ അതും ആര് തന്നെയാണ്? മൗണ്ട് ബാറ്റൻ ആണ്. അപ്പോൾ 1979 അയർലൻഡിൽ വെച്ച് ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഗവർണർ ജനറൽ ആയിരുന്നു ആരെന്ന് പറയുന്നത്? മൗണ്ട് ബാറ്റൻ. അപ്പോൾ ഈ പറയുന്ന മൗണ്ട് ബാറ്റൻ പദ്ധതി അറിയപ്പെടുന്ന പേരുകൾ ഓർത്തു വെച്ചോ. ബാൽക്കൺ, ജൂൺ 3, ഡിക്കി ബേർഡ്, അതേപോലെ തന്നെ എന്താണ്? ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലും. ഇത് രണ്ടും മാറിപ്പോകരുത്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത നമുക്ക് പഠിക്കാം സി രാജഗോപാല ആചാരി. 1948 മുതൽ 1950 വരെയാണ് സി രാജഗോപാല ആചാര്യയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലാണ് സി രാജഗോപാലാചാരി. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരാന്ന് ചോദിച്ചാൽ അത് സി രാജഗോപാലാചാരി. ഇന്ത്യയുടെ ഗവർണർ ജനറലായ ഒരേ ഒരു ഇന്ത്യക്കാരനാണ് സി രാജഗോപാലാചാരി. 1930 സിവിൽ നിയമലംഘന പ്രസ്ഥാന കാലത്ത് മദ്രാസിലെ വേദാരണ്യം കടപ്പുറത്ത് ഉപ്പ് നിയമം ലംഘിക്കാൻ നേതൃത്വം കൊടുത്തത് സി രാജഗോപാല ആചാരിയാണ്. തെക്കു നിന്നുള്ള പോരാളി എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആര് തന്നെയാണ്? സി രാജഗോപാലാചാരിയാണ് തെക്കു നിന്നുള്ള പോരാളി എന്ന പേരിൽ അറിയപ്പെട്ടത്. വേദാരണ്യം ഗാന്ധി എന്നീ പേരുകളിൽ അറിയപ്പെട്ടതും സി രാജഗോപാലാചാരി. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും സി രാജഗോപാലാചാരിയാണ് ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1959 സി രാജഗോപാലാചാരി രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയായിരുന്നു സ്വതന്ത്ര പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ 1959 സി രാജഗോപാലാചാരി രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് സ്വതന്ത്ര പാർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സി രാജഗോപാലാചാരിയെ കുറിച്ച് പറയാനുള്ളൂ. സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആണ് സി രാജഗോപാലാചാരി. ഇന്ത്യയുടെ ഗവർണർ ജനറലായ ഒരേ ഒരു ഇന്ത്യക്കാരൻ സി രാജഗോപാലാചാരി. അതേപോലെ തന്നെ എന്താണ്? വേദാരണ്യം ഗാന്ധി, തെക്കു നിന്നുള്ള പോരാളി എന്നീ പേരുകളിൽ അറിയപ്പെട്ടതും സി രാജഗോപാലാചാരി. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ, ഒരു കാലത്ത് LDC LGS ലെവലിലൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ അത് വന്നതാണ്. 1959 സി രാജഗോപാലാചാരി രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി അറിയപ്പെട്ടതാണ് സ്വതന്ത്ര പാർട്ടി എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിലവിൽ നമുക്ക് വൈസ്രോയ്സ് ആൻഡ് ഗവർണർ ജനറൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളൂ.
അപ്പം നമ്മൾ ഏകദേശം 18ഓളം വരുന്ന ഗവർണർ ജനറൽമാരും 20-ന് മുകളിലേക്ക് വരുന്ന വൈസ്രോയിമാരെ കുറിച്ചും നമ്മൾ പഠിച്ച് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ PSC എക്സാമുകളിൽ അത് 10th ലെവലാണെങ്കിലും അതേപോലെ തന്നെ 12th ലെവലാണെങ്കിലും ഡിഗ്രി ലെവൽ എക്സാംസിനും ഒക്കെ ചോദിക്കുന്ന ചോദ്യമാണ് വൈസ്രോയ്സ് ആൻഡ് ഗവർണർ ജനറൽ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ പോയിന്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം PDF നോട്ട് നിങ്ങൾക്ക് തന്നിട്ടുമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ഒന്ന് പഠിക്കുക, വീണ്ടും എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക, ക്വസ്റ്റ്യൻ ബോർഡ് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മതി ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് എന്താവാൻ, സെറ്റ് ആവാനായിട്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ പഠിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഓരോ ക്ലാസ്സും PDF നോട്ട് ഉൾപ്പെടെ എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. 10 പൈസ നിങ്ങൾക്ക് എന്താണ് ആ മുടക്കില്ലാതെ തന്നെ നിങ്ങൾക്ക് ഇതെല്ലാം നമുക്കിടെ ചാനൽ വഴി നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളൂ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ. താങ്ക് യു.